ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് റോഡ് സേഫ്റ്റി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മുടെ കോഴിക്കോട് വെച്ചിട്ട് ഒരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആസിഫ് അലി പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഞാൻ റിയാക്ഷൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. 2 പ്രാവശ്യം പിടിച്ചു എന്നുള്ളതാണ് ന്യൂസിലുണ്ടായിരുന്നു. അത് നമുക്ക് സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല ആളുകളുടെയും കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് സമ്പാദിക്കാനുള്ളൊരു സ്പേസ്. സിനിമ ചെയ്ത് ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു BMW കാർ വാങ്ങിച്ചു. അപ്പോൾ ഈ BMW കാറിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ, ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് എന്ന് പറയും, DRL. അത് എപ്പോഴും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും. ഞാൻ ഒരു മന്ത്രി പോയ കോൺവോയുടെ പുറകെ പോവുകയാണ്. ഞാനും മന്ത്രിയും സ്വാഭാവികമായിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പൊ ആ കോൺവോയുടെ പുറകെ പോയപ്പോൾ അതിന്റെ പുറകിലിരുന്ന ഒരു ഓഫീസറിന് ഒരു സംശയം, ഞാൻ എന്തുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് മന്ത്രിയെ ഫോളോ ചെയ്യുന്നതെന്ന്. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. കാര്യം BMW ലൈറ്റ് ഓണായി കിടക്കും. ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നത്തിലുണ്ടായൊരു ഇതായിരുന്നു അത്. പക്ഷെ സോൾവ് ആയി. ഞാൻ സ്റ്റേഷനിൽ കയറിയായിരുന്നു. നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MVD നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ? താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും MVDയോട് പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ചൊട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് നിർത്തി ഇത് ഓടിക്കളയുന്നത് അല്ലെ. ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല. ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. കാര്യം ചൂടുള്ളത് കൊണ്ടും പ്രൈവസി പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോട്ടിലെന്ന് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ. അപ്പോൾ ആസിഫ് അലി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചിട്ട് ഈ മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരും ഈ പോലീസ് ഉദ്യോഗസ്ഥരും MVDയും ഉള്ളപ്പോൾ തന്നെ ആ സ്പീച്ചാണ് നടത്തിയിട്ടുള്ളത്. അത് BMW കാറിൽ ഞാൻ മുന്നോട്ടേക്ക് കൊച്ചിയിലേക്കാണ് വരേണ്ടത്, കോഴിക്കോട് ടു കൊച്ചി. ആ ഒരു ഇതിൽ എനിക്ക് ഒരു മന്ത്രീൻ്റെ കാറിൻ്റെ ബാക്കിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ബാക്കിൽ പോലീസ് ജീപ്പും അകമ്പടിയോടെയാണ് ഈ ഒരു മന്ത്രി പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു പോലീസുകാർക്ക് സംശയം തോന്നിയിട്ട് മറ്റുള്ള സ്റ്റേഷനുകളിൽ വിളിച്ച് വരും. അപ്പോൾ MVDയും മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് നിർത്തി ചോദ്യം ചെയ്തു. പിന്നെ അതിൽ ഞാൻ വിട്ടയച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ഹെഡ്ലൈറ്റ് റണ്ണിങ്ങിലും കത്തിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നാണ് ആ ഒരു ധ്വനിയിൽ. വേറൊന്നും കൊണ്ടല്ല, ഈ നമ്മളൊക്കെ ഒട്ടിക്കില്ലേ കൂളിംഗ് ഗ്ലാസും മറ്റുള്ള കാര്യങ്ങൾ, അലോ വീലിനെ കുറിച്ചിട്ടും മറ്റുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇത് നിർത്തലാക്കണം. ഈ വിൽക്കാൻ വെച്ചത് നിർത്തലാക്കിയാലേ ഞങ്ങൾക്ക് വാങ്ങാതിരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി തന്നെയാണ് ഈ റോഡ് സുരക്ഷയെക്കുറിച്ചിട്ടും ഈ വാചാലനായി സംസാരിച്ചിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പതുക്കെ മെല്ലെ പോയാൽ മതി. വണ്ടി ഓട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ വണ്ടി ഓട്ടിച്ചാൽ മതി. മോഡിഫിക്കേഷനെ കുറിച്ചിട്ടും ഈ ഒരു വ്യക്തി പറഞ്ഞ് പോയിട്ടുണ്ട്. ഒരു ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയത്. ഒരു എന്താണോ അവിടെ പറയാൻ പറ്റുന്നത് അതേ തന്നെയാണ് ആ ഒരു വ്യക്തി നിന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞിട്ട്